നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് കഴിഞ്ഞ 5 ദിവസമായിട്ട് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ മിസ്സിംഗ് ആണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ 5 പേര് പോകുന്ന സംഘത്തിൽ നിന്ന് ഒരാളെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാവിലെ മുതൽ ഫിഷറീസ് ഓഫീസിന് മുൻവശത്താകെ ഒരുപാട് വലിയൊരു കൂട്ടം തന്നെയുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. അതായത് തിരച്ചിലുകൾ മന്ദഗതിയിലാക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമുണ്ട്. എന്തായാലും അവരുടെ ബന്ധുക്കളടക്കം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മകളാണല്ലേ? അതെ. പപ്പ പോയിട്ട് 5 ദിവസമായി. ഇന്ന് 5ാമത്തെ ദിവസമാണ്. പക്ഷെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും എടുക്കേണ്ടവരെല്ലാരും ഒരു പ്രവർത്തനവും ചെയ്യാതെയാണ് ഇരിക്കുന്നത്. അപ്പം 18 മുതൽ 20 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് അവർക്ക് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത് 1-ാം തീയതി രാവിലെ 1:30 പക്ഷെ ഇതുവരെയും അതിനു വേണ്ടിയിട്ടുള്ള റിപ്ലൈയോ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ ഇപ്പൊ വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു നടപടികളോ ഒന്നും ആരും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിവിടെ വരുമ്പോഴത്തേക്കും പലരുടെയും പുറകെ പോകേണ്ടി വരുന്നുണ്ട്. ആദ്യം AD എന്ന് പറയുന്നു, പിന്നെ DD എന്ന് പറയുന്നു, കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ, സബ് കളക്ടർ, ഇവരെല്ലാവരെയും വിളിക്കേണ്ടി വന്നാൽ പോലും റിപ്ലൈ ഇല്ല. ആരുടെ കയ്യിലും റിപ്ലൈ ഇല്ല. നമുക്കിവിടെ 2 വള്ളം കൊണ്ടുപോയിട്ട് ഇന്നും രാവിലെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് നെയ്ബേഴ്സ് അടങ്ങുന്ന 2 പേര് ഇവർ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കറക്റ്റ് 7:30 ആകുമ്പോഴത്തേക്കും ഇവര് നമ്മളിവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബോട്ട് എടുത്തത് 9 മണി കഴിഞ്ഞിട്ടാണ്, 9:30 കഴിഞ്ഞിട്ടാണ്. അപ്പം ഇവരുടെ ആ ഒരു സീരിയസ്നെസ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന രീതിയിൽ കുറെ ചെയ്യുന്നുണ്ട്. അല്ലാതെ സിൻസിയർ ആയിട്ടുള്ള അറ്റംപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ എന്നുള്ള മറുപടി മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് മാത്രമല്ല, അങ്ങനെ തോന്നാൻ കാരണം, അതായത് ഇവര് ഈ മന്ദഗതിയിലാണ് തിരച്ചിൽ നടത്തുന്നതെന്ന്. 5 ദിവസമായിട്ടും 4 പേര് പോയവരെ മറ്റുള്ളവരാണ് ഹെൽപ്പ് ചെയ്തിട്ട് അവരാണ് കൊണ്ടുവന്നത്. ഈ കോസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ അല്ല ഈ 4 പേരെയും രക്ഷപ്പെടുത്തിയത്. അത് നോട്ടഡ് പോയിന്റ് ആണ്. ആൻഡ് ഈ ഒരാളെ കാണാതായിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇൻഫർമേഷൻ ചോദിക്കുന്നവരെല്ലാം പറയുന്നത് വരും, വിളിക്കും, ഇൻഫർമേഷൻ കിട്ടിയാൽ വിളിക്കും. ഇത് കോസ്റ്റ് ഗാർഡ് അടക്കം ഫിഷറീസ് ഓഫീസേഴ്സ് അടക്കം ഇവരെല്ലാരും പറയുന്നത് സെയിം ഉത്തരം തന്നെയാണ്. വേറെ ഒരു ഉത്തരം ഇവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് നമുക്ക് തരാനായിട്ടില്ല. അപ്പം അതിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഓബിയസ്ലി നമുക്കത് കാണാൻ പറ്റുമല്ലോ. നിങ്ങളുടെ സിസ്റ്റം എഫിഷ്യന്റ് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ 2 വള്ളത്തിൽ പോയിട്ട് 5 വള്ളമോളം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ റിലേറ്റീവ്സ് 5 വള്ളത്തോളം എടുത്തിട്ട് അവർ 23-24 നോട്ടിക്കൽ മേലെ അപ്പുറം പോയി തെരച്ചിൽ നടത്തിയിട്ട് ഇന്നലെ തിരിച്ചു വന്നവരാണ്. അവരുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ടേ അവർക്കത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഹെലികോപ്റ്റർ ഉണ്ട്, ഏരിയൽ ഡിവൈസസ് ഉണ്ട്, GPS ഉണ്ട്, എല്ലാ സാധനവും നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് കഴിവ് കെട്ടവരാണോ നിങ്ങൾ? അത്രയ്ക്ക് കഴിവില്ലാത്തവരാണോ നിങ്ങളുടെ സിസ്റ്റം? മുഖ്യമന്ത്രി ഈ വിഷയം അറിയിച്ചായിരുന്നു, ശ്രദ്ധയിൽപ്പെടുത്തിയ? മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊന്നും, ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ മദർ ഇൻ ലോനെ കാണാനായിട്ട് സ്വകാര്യ ഹെലികോപ്റ്ററിൽ പോകാനായിട്ട് പറ്റിയോ? അപ്പം അതിനൊക്കെ സമയം കണ്ടെത്തുന്നവര് എന്തുകൊണ്ട് ടാക്സ് അടയ്ക്കുന്ന ഒരു സിറ്റിസന്റെ, ഒരു പ്രോപ്പർ സിറ്റിസന്റെ അയാളുടെ ജീവന് വില കൊടുക്കുന്നില്ല? ഒരാളുടെ ജീവന് വില ഉള്ളത് കൊണ്ടല്ലേ, മദർ ഇൻ ലോയുടെ ജീവന് വില ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഇത്രയും ദൂരം യാത്ര ചെയ്തത്, ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട്. അപ്പൊ ആ ഒരു ജീവന്റെ വില അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരുടെ ജീവന്റെ വില കുറച്ച് കൂടുതലും അല്ലാത്തവരുടെ കുറച്ച് കുറവുമാണോ? ഈ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന മീഡിയാസ് സഹിതം എല്ലാവരും എപ്പോഴും കാണിക്കുന്നുള്ളതാണ്. ഓഖി തുടങ്ങിയത് മുതൽ കാണിക്കുന്നതാണ് ഇതൊക്കെ. ഈ ഓഖി സീസണിന്റെ സമയത്ത് തന്നെ എത്ര പേരുടെ ജീവനാണ് പൊലിഞ്ഞു പോയത്? അതിനുശേഷം വന്ന പ്രളയം, അതിനു മുമ്പ് വന്ന പ്രളയത്തിലോ ഇപ്പോഴെന്ന പ്രളയത്തിലോ എല്ലാവരും നിങ്ങൾ ആദ്യം അടിയന്തര സഹായം ആവശ്യപ്പെടുന്നത് ആരോടാണ്? മത്സ്യത്തൊഴിലാളികളോട് തന്നെയല്ലേ? അപ്പം അതിനൊരു ആൾക്കാർ, പിന്നെ ആ സമയത്ത് അവർ സൂപ്പർമാൻ, അതിനുശേഷം സൂപ്പർമാൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സൂപ്പർമാനെ രക്ഷിക്കാൻ ആരുണ്ട്? ഒരു മാനും ഇല്ല. സോ ഇത് അട്ടർ ഇൻജസ്റ്റിസ് ആണ്. ഇത് ഭയങ്കര ഒരാൾക്കാരെ ഇത്രത്തോളം അവഹേളിക്കുന്ന രീതിയിൽ, ഒരാൾക്കാർ ഇത്രത്തോളം അവഗണിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുത്. ഞങ്ങൾ മനുഷ്യർ തന്നെയാണ്. അച്ഛനെ കാണാത്തതിന്റെ ആശങ്കയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവര് അപ്പം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടത്തുന്നില്ല. ഈ പറയുന്നത് പോലെ നേരത്തെ പറയുന്ന കേട്ട് എന്തോ അവര് തിരിച്ചു വന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോ അങ്ങനെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം എന്നാണോ പറഞ്ഞു വരുന്നത്? അത് കാട്ടിക്കൂട്ടാൻ വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അച്ഛനെ കാണാത്തതിന്റെ മാത്രമല്ല, എന്നെ പോലെ വേദന അനുഭവിക്കുന്ന, ഇപ്പം ഇതേ സാഹചര്യത്തിലായിരിക്കുന്ന 4 വേറെ കുടുംബമുണ്ട്. ഇത് എന്റെ അച്ഛനെ കിട്ടാത്തത് കൊണ്ടുള്ള അവഗണന. ഇത് മാത്രമല്ല, ഇത് പല വർഷങ്ങളായിട്ട് മനസ്സിലുള്ളതാണ്. ഈ സിറ്റുവേഷൻ നമ്മൾ പ്രതികരിക്കുന്നതേ ഉള്ളൂ.
ആൻഡ് ഇവര് ചെയ്യുന്നത് കാട്ടിക്കൂട്ടലാണെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം 5 പേരടക്കം ഇന്നലെ സ്വന്തം റിസ്കിൽ പോയ മത്സ്യത്തൊഴിലാളികൾ തെരച്ചിൽ നടത്തി 23 മൈലോളം തെരച്ചിൽ നടത്തിയിട്ട് തിരിച്ചു വന്നവരുണ്ട്. പക്ഷെ ഇവരെന്താ ചെയ്തെന്നത്, പേരിന് 2 വള്ളം എടുത്തിട്ട് 4 പേരെ അവരുടെ കൂടെ നമ്മൾക്ക് ഒരു അഷ്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ 2 പേരാക്കി, 2 പേരെ ഒരു വള്ളത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം അവിടെ പോയപ്പോഴത്തേക്കും 2 പേരെ 2 വള്ളത്തിലാക്കി പറഞ്ഞു വിട്ടു. ഈ 2 പേർക്കും കാര്യങ്ങൾ അറിയാമോ? അതിൽ ഒരാൾക്ക് ഡീറ്റെയിൽസ് അറിയൂ, ഒരാളെ ഇൻസിഡന്റ് സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇതെങ്ങനെ പ്രോപ്പർ ആവും? ഇതുകൊണ്ടാണ് ഇത് കാട്ടിക്കൂട്ടലെന്ന് പറയുന്നത്. അവരടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അവരെ വിളിക്കാൻ. ഇതെന്ത് ലൊക്കേഷനോ? ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു 2 ദിവസം എടുക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇന്ന് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് തന്നെ ഹെലികോപ്റ്റർ ഇറക്കണം. അത് നേവിയുടെ സഹായം തന്നെ വേണം. ഇത് കാരണം 12 നോട്ടിക്കൽ മൈൽ അപ്പുറം വരെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റിസ്കിൽ വരുന്നത്. അതിനുശേഷം 12 ശേഷം പോകുന്നത് ഇവർ 18 മുതൽ 20 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് പോയവരാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. 2 പേര് സംയുക്തമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നതല്ല. ഇന്ന് തന്നെ ഹെലികോപ്റ്റർ ഇറക്കി ഇതിനുള്ള മറുപടി നമുക്ക് തരണം. ഹെലികോപ്റ്റർ ഇറക്കി സെർച്ച് ചെയ്യണം. അതുവരെ നമ്മളിവിടെ ഉണ്ടാവും. അതിനുശേഷം പ്രതികരണം കിട്ടിയില്ലെങ്കിൽ നമ്മളിതൊരു മാസ് പ്രൊട്ടസ്റ്റ് ആക്കും. ഇത് യൂത്തിന്റെ പ്രൊട്ടസ്റ്റുകളെ പറ്റിയുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഇത് പല രീതിയിൽ പ്രശ്നങ്ങളാവും. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഏറ്റവും വേഗത്തിൽ ഇത് ഇന്ന് തന്നെ തീരുമാനം എടുക്കണം. ഒരു ജീവന്റെ വിലയാണ്. അത് നിങ്ങൾ വെറുതെ കളഞ്ഞു കുളിക്കരുത്. മനസ്സിലാക്കിയിടത്തോളം രാവിലെ 7 മണിക്ക് ഇവിടെ നിൽക്കാൻ തുടങ്ങിയതാണ്. എന്തെങ്കിലും പ്രതികരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. അവര് എന്താണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഈവൻ ഫുഡ് കഴിക്കാതെയാണ് ഇത്രയും സമയം വരെ നിൽക്കുന്നത്. നമുക്ക് ഇതിനൊരു ഉത്തരം കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. വേറെ ഒന്നും. മറ്റൊരു കാര്യം കൂടെ ഒന്നുണ്ട്. ഈ കാലാവസ്ഥ പ്രശ്നം കാരണം, അതായത് ഈ ഓഖി നമ്മുടെ മുന്നിൽ ഒരു പാഠമാണ്. ഈ കഴിഞ്ഞ മൺസൂൺ കാലത്തും ഓഖിയിലും ഈ മുതലപ്പൊഴിയിലുണ്ടായ കടലപകടത്തിൽ എത്രയോ മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അത് അറിയുന്ന കാര്യമാണ്, സർക്കാരിനെ അതറിയാം. എന്നിട്ടും ഇത്രയും പാഠങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇതുവരെ ആ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടിയും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ ഇവർ പറയുന്നതാണ് ഞങ്ങൾ കാലാവസ്ഥ മുന്നറിയിപ്പ് തന്നില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ പണിക്ക് പോയത്? ഇവർ മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോയതിനു ശേഷം മാത്രമാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് പണിക്കുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വൈകുന്നേരമോ മുന്നറിയിപ്പ് കൊടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. അതും പോരാഞ്ഞിട്ട് ഒരു മാസത്തിൽ തന്നെ 30 ദിവസം ഉണ്ടെങ്കിൽ ആ 30 ദിവസത്തിൽ ഈ 20 ദിവസവും കടലിൽ പണിക്ക് പോകണ്ടെന്നുള്ള വാണിംഗ് ആണ് കൊടുക്കുന്നത്. ഈ 20 ദിവസം കടലിൽ പണിക്ക് പോകാതിരിക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം എങ്ങനെ ജീവിക്കും? അവരുടെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് സർക്കാർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നില്ല. എന്നിട്ട് ഇവർ പറയും നിങ്ങൾ കടലിൽ പണിക്ക് പോകാൻ പാടില്ല, കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്, വാണിംഗ് ഉണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കണ്ടേ? ഈ കടലിൽ ഇന്ന് പണിക്ക് പോയിട്ട് നാളെ തിരിച്ചു വരുമോ എന്നൊരു ഉറപ്പ് നിലവിലത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കില്ല. എൻ്റെ അച്ഛനും ഈ കഴിഞ്ഞ 31-ാം തീയതി നടന്ന ഈ കാറ്റിൽ അപകടത്തിൽപ്പെട്ട് എങ്ങനെയൊക്കെയോ അതിജീവിച്ച് കരയിലെത്തിയ ഒരാളാണ്. ആ അനുഭവം എന്നോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു മത്സ്യത്തൊഴിലാളിക്ക് സംഭവിക്കുന്നത് നാളെ അടുത്ത മത്സ്യത്തൊഴിലാളിക്ക് സംഭവിക്കാം. ഇനിയും ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ ഇവിടെ പൊലിയാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടു വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു മൂവ്മെന്റുമായി ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഞങ്ങൾ ഇവരോട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ. ഇപ്പോൾ പല ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീം, ഇമ്മീഡിയറ്റ് റെസ്ക്യൂ ഓപ്പറേഷൻ അതെല്ലാം ഇറങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് അത് കടലിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് സംഭവിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീം ഒന്നും വരുന്നില്ല? അതാണ് ഞങ്ങളുടെ പ്രസക്തമായ ചോദ്യം. ഇവിടെ റെസ്ക്യൂ നടത്തുന്നത് പോലും ഇപ്പൊ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരിക്കുന്നത് 2 ബോട്ടെന്നാണ്. 2 സാധാരണ വള്ളങ്ങൾ ഉപയോഗിച്ചാണ്. അതിൽ 9-ന്റെയും 25-ന്റെയും എഞ്ചിൻ വെച്ച് ഹോഴ്സ് പവർ കുറഞ്ഞ എഞ്ചിൻ വെച്ചാണ് ഇത്ര 40 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നു തുടങ്ങുന്നത്. ഇത് അവിടെ എത്തുമ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരമൊക്കെ കഴിയും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് സെർച്ച് നടത്തി ഇത് കരയ്ക്ക് തിരിച്ചെത്തുന്നത്? അപ്പോൾ അതിനുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വെസൽ പോലും ഇവിടുത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇല്ലെന്ന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സമ്മതിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിലൊക്കെ മത്സ്യത്തൊഴിലാളികൾക്കും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനായിട്ട് കോടികൾ ഇവർ മാറ്റിവെക്കുന്നുണ്ട്. GDP-യുടെ എത്ര പെർസെന്റേജ് ഫിഷിംഗ് സെക്ടറിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബോട്ട് വാങ്ങാനോ മത്സ്യത്തൊഴിലാളികളെ റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സിസ്റ്റമോ സർക്കാരിന് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 20 കൊല്ലവും അതിനു മുമ്പായിട്ട് തുടരുന്ന ആ പരമ്പരാഗത രീതിയിൽ കൂടെ തന്നെയാണ് ഇന്ന് പോകുന്നത്. അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ജനറൽ വെതർ ഇൻഫർമേഷൻ അല്ല. അതായത് കോഴിക്കോടും കന്യാകുമാരിയിലും കാറ്റ് വീശുമ്പോൾ തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളെ പണിക്ക് പോകണ്ടെന്നും മലപ്പുറത്ത് കാറ്റ് വീശുമ്പോൾ തിരുവനന്തപുരത്തുള്ള മത്സ്യത്തൊഴിലാളികളെ പണിക്ക് പോകണ്ടെന്ന് പറയുന്ന വെതർ വാർണിംഗ് സിസ്റ്റം അല്ല.
പൂവാർ കാറ്റ് വീശുമ്പോഴും കൊച്ചുതോപ്പിൽ കാറ്റ് വീശുമ്പോഴും വലിയതുറ കാറ്റ് വീശുമ്പോഴും പൂന്തുറ കാറ്റ് വീശുമ്പോഴും എത്ര സ്പീഡാണ്, എത്ര ദൂരപരിധിയിലാണ് കാറ്റ് വീശുന്നത്, എന്തൊക്കെ സംഭവിക്കുക എന്നുള്ള ലോക്കലൈസ്ഡ് വെതർ ഇൻഫർമേഷൻ സർവീസ് സിസ്റ്റമാണ് ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾ കാലാകാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതര ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും ഒരുപാട് മെച്ചപ്പെട്ട ഒരു ഇടത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് പോലും മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളിലേക്ക് ഇവർ കാണിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുക ചെയ്യുക എന്നതാണ് ഞങ്ങൾ ഈ പറയുന്നത് പോലെ അച്ഛൻ പോയ ദിവസം ഈ ഇൻഫർമേഷൻ കിട്ടിയിരുന്നോ? ഒരു ഇൻഫർമേഷനും കിട്ടിയിരുന്നില്ല. ഇവർ ഇവിടുന്ന് പോകുന്നത് 1:30-ക്കാണ്. ഇൻഫർമേഷൻ വരുന്നത് 4 മണി 5 മണി അടുപ്പിച്ചായിട്ടാണ് ഇവർ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. കുറെ പേരുടെ ഇതുപോലത്തെ കമന്റ്സുകൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ തന്നിട്ടല്ലേ അവർ കയറി പോയതെന്ന്. ഇൻഫർമേഷൻ തന്നിട്ടല്ല ഞങ്ങൾ കയറി പോയത്. ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകത്തില്ല. ഇൻഫർമേഷൻ തന്നാലും നമ്മുടെ പള്ളിയിൽ അത് വിളിച്ച് പറയും. പള്ളിയിൽ വിളിച്ച് പറഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളിയും കടലിൽ ഇറങ്ങത്തില്ല. ഇന്ന് കടലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് അവിടെ അതിന്റെ അകത്ത് ആഴക്കടലിൽ ചെന്നിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ആർക്ക് കൊടുക്കാന്? അവരിങ്ങോട്ട് തിരിച്ചു വരേണ്ട സമയമുണ്ടോ? അവർക്ക് റേഞ്ച് കിട്ടുമോ? ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകത്തില്ല. അത് അങ്ങനെ തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് നിർത്തിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇടപെടാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. തീർച്ചയായും അത് ഓബ്വിയസ് അല്ലേ. അതില് ഒരു ഡൗട്ടും ഇല്ല. അത് അവര് തന്നെ പറയുന്നുണ്ട്. ഇവരുടെ അടുത്ത് രാവിലെ വന്നപ്പോഴത്തേക്കും ഇവരുടെ അടുത്ത് രാവിലെ വന്നപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് കുറെ ലിമിറ്റേഷൻസ്, ഞങ്ങൾക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് വെള്ളം ഇറക്കാനേ പറ്റും, ഞങ്ങളുടെ സ്വന്തം കാശിലാണ് ഡീസൽ ഇറക്കുന്നത്. എവിടെ സ്വന്തം കാശ്? 1.5 ലക്ഷം രൂപ ഡീസൽ ഇറക്കിയിട്ട് ഇവര് സ്വന്തം കാശിൽ കൊടുക്കുവോ? അതൊക്കെ പറയുന്നത് തന്നെ. ഇവിടുത്തെ AD 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഡീസൽ ഇറക്കിയാണ് ഇന്ന് സെർച്ചിന് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ത് സിസ്റ്റമാണ്? അപ്പൊ CM-നോടൊക്കെ ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങളെ ഒരു അപകടം വന്ന് കഴിഞ്ഞതിന് ശേഷം, ഒരാൾക്ക് വിശക്കുമ്പോഴേ നമ്മൾ ചോറ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു അപകടം വന്ന് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ പോയി റെസ്ക്യൂ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല, ഒരു യൂസും ഇല്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. കേരളത്തിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്നവരുടെ കൂട്ടത്തിൽ മത്സ്യബന്ധന തൊഴിലാളികളും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്തരക്കാർക്ക് വരുന്ന പ്രശ്നത്തിന് ഇപ്പോഴും ഇവിടെ ഒരു പരിഹാരമോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളോ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഇത് കൃത്യമായിട്ട് ഇടപെട്ട് ഇതിനു വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം ഓൾറെഡി 5 ദിവസത്തോളം തിരച്ചിൽ വൈകിക്കഴിഞ്ഞു. കടലാണ്, അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ അത് എത്രമാത്രം വിജയിക്കും എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് പിടിച്ചു നിൽക്കുന്നതിന് പരിധിയുണ്ട്. ആ ഒരു പരിധിക്കുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിലവിൽ രക്ഷാപ്രവർത്തനം എന്നതിന്റെ ഒരു ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലെയാണ് എന്നാണ് ഇവരിപ്പോൾ ആരോപിക്കുന്നത്. കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ ഇവിടെയുള്ള പ്രാദേശിക ആളുകൾ അവരുടെ കൂട്ടുകാരെയും അവരുടെ ബന്ധുക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വള്ളമെടുത്ത് ഇറങ്ങാറുണ്ട്. അത്തരത്തിൽ അന്വേഷണം നടത്തുന്ന സമയത്ത് പോലും ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ വാഹനങ്ങളൊന്നും എവിടെയും കാണുന്നില്ല, ബോട്ട് ഒന്നും എവിടെയും കാണുന്നില്ല. അതായത് തിരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് പുറത്തു വന്ന് പറയുന്നുണ്ടെങ്കിലും അവർ തിരച്ചിൽ നടത്തുന്നില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. മുഖ്യമന്ത്രി അടക്കം ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യമാണ്.